പ്രിയപ്പെട്ട പൊന്നാര ചെറുപ്പക്കാരെ, മക്കളെ, പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ വയനാട്ടിൽ ചൂരൽമലയിലുള്ള അതിശക്തമായ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട് നമ്മുടെ പ്രിയ സഹോദര സഹോദരിമാരുടെ ചലനമറ്റ ശരീരഭാഗങ്ങളാണ് ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടക്കുന്നത് നമുക്ക് കാണേണ്ടി വന്നത്. മരണസംഖ്യ കുതിച്ചുയരുകയാണ്. നമ്മെപ്പോലെ രാത്രി ഭക്ഷണം കഴിച്ച് കുടുംബസമേതം സന്തോഷത്തോടെ കുളിർമയോടെ തിമിർത്തി പെയ്യുന്ന മഴയുടെ ശബ്ദം കേട്ട് കിടന്നുറങ്ങിയവരാണവർ. പക്ഷെ അവരിൽ പലരെയും പല വീടുകളെയും നേരം പുലരുമ്പോഴേക്ക് കാണാനില്ല. ശക്തമായ ഉരുൾപൊട്ടലിൽ പലരും വീടടക്കം ഒലിച്ചുപോയിരിക്കുന്നു. നമ്മുടെ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വരുന്നത് പലരുടെയും കയ്യും കാലുമാണ്. സ്കൂളുകൾക്കും മദ്രസകൾക്കും അവധി എന്ന് കേൾക്കുമ്പോൾ നമ്മിൽ പലരും സന്തോഷിച്ചിരിക്കാം. എന്നാൽ വയനാട്ടിൽ നിന്നും കേൾക്കുന്ന ദീനരോധനങ്ങളും കൂട്ടക്കരച്ചിലുകളും അവിടെ നിന്ന് വരുന്ന വാർത്തകളും അതിഭീകരമാണ്. അവർക്കായി നമുക്ക് റബ്ബിനോട് ഇരുകരങ്ങളും നീട്ടി പ്രാർത്ഥിക്കാം. നമ്മെ ഇത്തരം ദുരന്തത്തിൽ പെടാതെ രക്ഷപ്പെടുത്തിയ സുരക്ഷിതമായ വീട്ടിലും നാട്ടിലും സംരക്ഷിച്ച റബ്ബിനോട് നമുക്ക് നന്ദി പറയാം. അവൻ നമുക്കായി നൽകിയ അനുഗ്രഹങ്ങളുടെ വില നമുക്ക് തിരിച്ചറിയാം. ഓരോ ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യൻ എത്ര നിസ്സഹായനാണ് എന്നാണ്. അഹങ്കരിക്കാൻ യാതൊരു അർഹതയുമില്ല. ഇങ്ങനെയുള്ള ദുരന്തങ്ങളുടെ സമയത്ത് നാം ഇത്തരം ഓർമ്മപ്പെടലുകൾ നടത്താറുണ്ടെങ്കിലും നിമിഷങ്ങൾക്കകം നാം അതെല്ലാം മറന്നു പോവുകയാണ് പതിവ്. നമ്മുടെ കുട്ടികളെ അനാവശ്യമായി പുറത്തു വിടാതിരിക്കുക, കളിസ്ഥലത്തേക്കോ കുളത്തിലേക്കോ അയക്കാതിരിക്കുക. ഇത് ഒരിക്കലും നാം ആഘോഷിക്കേണ്ട സമയമല്ല. അള്ളാഹു നമ്മെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ. വെള്ളം കാണുമ്പോൾ ചിലർക്കുള്ള ഒരു സ്വഭാവമാണ് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങൽ. പലയിടത്തും ഡേഞ്ചറാണ്. 2-3 ദിവസം അത്യാവശ്യ യാത്രയ്ക്കല്ലാതെ ആരും പുറത്തു പോവാതിരിക്കലാണ് ഏറ്റവും നല്ലത്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ 100-ലധികം ആളുകൾ മരണപ്പെടുകയും 100ഓളം പേരെ കാണാതാവുകയും ചെയ്തു. അതിലധികം ആളുകളും പരിക്ക് പറ്റിയ ആശുപത്രികളിലുണ്ട്. പല ആളുകളെയും കാണാനുമില്ല. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിഞ്ഞിട്ടില്ല. മേപ്പാടി താലൂക്ക് ആശുപത്രിയിൽ നിരവധി പേരുടെ ശരീരഭാഗങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം കിട്ടിയ കണക്കനുസരിച്ച് വിംസ ആശുപത്രിയിൽ 82 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. മേപ്പാടി ആശുപത്രിയിൽ 27 പേർ, കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ 13 പേരൊക്കെ ചികിത്സയിലാണ്. അതിൽ ഏറ്റവും സങ്കടകരമായ വാർത്ത പലരെയും രക്ഷപ്പെടുത്താൻ പെട്ടെന്ന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം അങ്ങോട്ടുള്ള പാലങ്ങളും റോഡുകളൊക്കെ ഒലിച്ചുപോയി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കുവാനോ മറ്റോ കഴിഞ്ഞില്ല. അവർ ഇപ്പോഴും ഈ വൈകുന്നേരം വരെ ദുരന്ത ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മെ രക്ഷിക്കാനുള്ള നമ്മുടെ സേന അവിടെ എത്തുകയും ഹെലികോപ്റ്ററിലൊക്കെ പല പരിക്ക് പറ്റിയവരെ കൊണ്ടുപോവുകയും ചെയ്ത ആശ്വാസകരമായ വാർത്തകളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷം. നല്ല സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും നമ്മുടെ സേനകളും സൈന്യവും അങ്ങോട്ട് എത്താൻ വളരെയധികം പരിശ്രമിച്ച് പാടുപെട്ട് പലരും സഹകരിച്ചിട്ടുകൊണ്ട് കുറേയൊക്കെ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് അനുമാനിക്കാമെങ്കിലും ഇനിയും എത്രയോ പേര് മണ്ണിനടിയിലോ മറ്റോ ഉണ്ടാകും എന്നുള്ള ഒരു ഉത്കണ്ഠയും നമുക്കുണ്ട്. രക്ഷാദൗത്യത്തിന് കനത്ത വെല്ലുവിളികളായി മൂടൽമഞ്ഞുണ്ട്. കവളപ്പാറയുടെ ഓർമ്മ മായും മുമ്പേ പോത്തുകല്ല് വീണ്ടും ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ്. 25ഓളം മൃതശരീരഭാഗങ്ങളാണ് പോത്തുകല്ലിന്റെ കടവുകളിൽ നിന്ന് കണ്ടെത്തിയത്. മുണ്ടക്കൽ ദുരന്തത്തിൽ അകപ്പെട്ട മനുഷ്യരുടെ ഛിന്ന ഭിന്നമായ മൃതശരീരങ്ങളുമായി കലിതുള്ളി നിറഞ്ഞൊഴുകിയ ചാലിയാർ യാതൊരു കാരുണ്യവുമില്ലാതെ മൃതദേഹങ്ങളും മനുഷ്യ ശരീരവുമായി കൂലം കുത്തി ഒഴുകി വരികയാണ്. കരൾ പിളർക്കുന്ന കാഴ്ചകൾ. രാവിലെ 7:30 ഒരു പിഞ്ചോമനയുടെ ശരീരമാണ് ആദ്യം കിട്ടിയത്. കുത്തൊഴുക്കിൽ അടിഞ്ഞ മരക്കമ്പുകൾക്കിടയിൽ തങ്ങി നിൽക്കുകയായിരുന്നു ആ ചേതനയേറ്റ ശരീരം. ഈ വാർത്ത പരന്നതോടെ മൃതദേഹങ്ങൾക്ക് വേണ്ടി തിരച്ചിലിനായി രക്ഷാപ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഓടിയെത്തുകയായിരുന്നു. പിന്നീടുള്ള തെരച്ചിലിൽ കൂടുതൽ മൃതശരീരങ്ങൾ കടവുകളിൽ നിന്ന് ലഭിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം 25ഓളം മൃതശരീരങ്ങൾ ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെയും നാട്ടുകാരെയും നമ്മുടെ ഈ സംസ്ഥാനത്തെയും എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി ആർക്കും തന്നെ ഇത്തരം വലിയൊരു മുസീബത്ത്, ഒരു പ്രതിസന്ധി, പ്രയാസങ്ങൾ, ഇത്തരം വലിയ ദുരന്തം അള്ളാഹുത്തല നൽകാതെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആ ഒരു വലിയ ദുരന്ത ഭൂമിയിൽ അകപ്പെട്ട് മൃതിയടഞ്ഞ
നമ്മുടെ പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് അല്ലാഹുത്തആല ശാന്തിയും സമാധാനവും ഉഖ്റവിയായ ലോകത്ത് ശുഹദാഹിൻ്റെ കൂലിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾക്ക് അല്ലാഹുത്തആല സമാധാനം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.